നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ വീണ്ടും മിന്നൽ ആക്രമണവുമായി ഹമാസ്. ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ അവീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗാസ നഗരമായ റാഫേൽ നിന്ന് കുറഞ്ഞത് 8ഓളം മിസൈലുകളാണ് ഹമാസ് തുടരെ തൊടുത്തുവിട്ടത്. ഇതിൽ പലതും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായും അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ടെൽ അവീവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹമാസിന്റെ മിലിറ്ററി വിങ്ങായ ഇസദീൻ അൽ ഖസാം ബ്രിഗേഡ് ടെലഗ്രാം ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന സന്ദേശം. ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. എന്നാൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഹെർസ്ലിയ, പെറ്റാറ്റ്വിക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സൈറണുകൾ മുഴങ്ങി. നിലവിൽ റാഫേൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയാണ്. അതിനിടയിലാണ് ഹമാസിന്റെ മിന്നലാക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്ന ഗാസ ക്ഷാമം നേരിടുന്നതായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് ജനീവ ഇന്റർനാഷണൽ സെന്റർ ഫോർ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 70 സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനീവ ആസ്ഥാനമായുള്ള യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ് മോണിറ്ററിന്റെ റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ ക്ഷാമം പടരുകയാണ്. റാഫേൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഭക്ഷ്യസുരക്ഷാ നിലവാരം ഇടിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. മെയ് 7 മുതലാണ് റാഫേൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത്. റാഫ അതിർത്തി അടച്ചതോടെ മാനുഷിക സഹായവും നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ 30ഓളം പേരാണ് പട്ടിണി മൂലം മേഖലയിൽ മരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ഗാസയിലെ നഗരമായ റാഫയിൽ സൈനിക നടപടി അവസാനിപ്പിക്കാനും മേഖലയിൽ നിന്ന് പിന്മാറാനും ഇസ്രായേലിനോട് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശിച്ചിരുന്നു. പലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലായിരുന്നു നടപടി. എന്നാൽ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ തള്ളുകയാണ് ഉണ്ടായത്. ഗാസയിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണം അധികനാൾ പോകില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹമാസിന്റെ മിന്നലാക്രമണത്തെ ചെറുക്കാൻ നാളിതുവരെ ഇസ്രായേലിനായിട്ടില്ല എന്നത് വലിയ പരാജയം തന്നെയാണ്. അതിനാൽ ഹമാസിന്റെ മിന്നലാക്രമണം ഇനി ഇസ്രായേലിന് നേർക്ക് കൂടുതലായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതും. ഇസ്രായേലിന്റെ പതനം എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ.